അടിയാ 1000 രൂപ ഞാൻ മേടിച്ച കാര്യം ആരോട് പറഞ്ഞേക്കല്ലേ അടിയോടൊന്നും പറയതല്ല. ഇല്ല ആ വർക്ക്ഷോപ്പിലെ പൈസ കൊടുത്തിട്ടെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് യമരാജൻ പറഞ്ഞു. യമരാജൻ? നടരാജൻ. ആ രാജല്ലേ. എൻ്റെ പെങ്ങട് വന്ന് കയറിയ വീടുണ്ടല്ല, ഇത്രയും നല്ലൊരു വീട്ടിലാണ് കയറിയത്. അത് എൻ്റെ ഭാഗ്യമാണ്. പോട്ടടിയാ പോട്ടെ. പോണം തോന്നില്ല, എന്തായാലും പോകാതിരിക്കാൻ പറ്റൂല്ലോ. ശരി. അളിയാ വാ. പല്ല് പിടിക്കാനാണെങ്കിൽ എൻ്റെ പൊന്നെ നീ വരുന്നില്ലേ? വാ. ഞാനും വന്നോ? ഓമനക്കുട്ടിന് വേണ്ടി നമ്മൾ ചിലവാക്കി കുറച്ച് പൈസ ഉണ്ടല്ലോ, അത് പോട്ടെ. അവൻ തരണമെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ പിറകെ നടക്കണ്ട. സാറിന് 1000 രൂപയല്ലേ ഉള്ളൂ. എനിക്ക് 3000 രൂപ ജോജിയുടെ കടയിലതും വർക്ക്ഷോപ്പിൽ കൊടുക്കാനുള്ള 3500 രൂപ, 6500 രൂപയാണ് എനിക്ക് പോയേക്കണത്. ഞാനിത് അമ്മാവനെ വിളിച്ച് ചോദിക്കും, അത് വാങ്ങിക്കുകയും ചെയ്യും. ഇവിടെ അമ്മാവ് ഇവിടെ നാട്ടിലില്ലാത്ത സമയമാണ്. അപ്പം അമ്മാവൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അമ്മാവൻ്റെ അളിയനോട് ചെയ്ത് കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. അതിന് തിരിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? അളി ഒരു കാര്യം ചെയ്യേ, എനിക്ക് അളിയ ഒരുപാട് പൈസ തരാണ്ടല്ലോ, ഈ പൈസ അതിനെ കുറച്ചോ. ഇവിടെ നീ പള്ളിയും പള്ളിക്കുളമായിട്ട് വലിച്ചടക്കല്ലേ, അത് വേറെ കണക്ക്, അതെല്ലാം കണക്കുള്ളത്. ഇതിപ്പോൾ ഇത് ഞാൻ അമ്മാവൻ്റെ നിന്ന് വാങ്ങിച്ചോളാം കേട്ടോ, എനിക്കറിയാം അത് മേടിക്കാം. നിങ്ങൾ ആരും അതിൽ ഇടപെടുകയും വേണ്ട. ഇവിടെ അമ്മാവ് ഇവിടെ ഇല്ലാത്തപ്പോൾ നമ്മൾ അമ്മാവിന് വേണ്ടി ചെയ്തെന്ന് കരുതിയാൽ തീർന്നല്ലോ ഒരു പ്രശ്നം. കാര്യം ചെയ്യും, നീ 6500 എനിക്ക് തരാം, ഞാൻ ഒന്നിനും വരണില്ല. ഞാൻ അതല്ലേ പറഞ്ഞു, അതിന് കുറച്ചോ. നീ കുറെ പൈസ എനിക്ക് നീ തരാണ്ടല്ലോ, തരാനുള്ള കണക്കെന്ന് അത് നീ 6500 കുറച്ച് തന്നാൽ മതി എനിക്ക്. അപ്പൊ എന്റെ പൈസക്ക് ഒരു വിലയില്ലേടേ? എല്ലാവരുടെ പൈസയ്ക്കും വിലയുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തിരിച്ച് മേടിക്കണമെന്ന് പറഞ്ഞോളൂ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അമ്മാവനെ വിളിക്കും, പൈസയും വാങ്ങിക്കും, അത് എന്റെ ആവശ്യം. നീ അമ്മാവന്റെ അടുത്ത് പൈസ വെച്ചു, നീ അമ്മാവന്റെ അടുത്ത് പൈസ വെച്ചാൽ അപ്പഴാണ് നീ എന്റെ പിന്നെ സ്വഭാവം കാണാമെന്നല്ലടാ. പിന്നെ ഓ നീ അമ്പാനിയുടെ കൊച്ചുമോനല്ലേ? എന്റെ ക്രീറ്റ് ഒന്ന് ചൂടാകാതിരിക്കും. ഈ അമ്മാവനോട് ബോംബെ കിടക്കണം, അമ്മാവനോട് പൈസ ചോദിക്കുന്ന നേരത്തിന് അവനോട് സമാധാനത്തിൽ ചോദിച്ചാൽ അവൻ പകുതി പൈസ പിന്നെ ഞാൻ ഇനി വായി നോക്കിയെടുക്കുന്ന ഇരക്കാം. ക്ലീറ്റോ അവൻ പറയണത് കാര്യമല്ല. അമ്മാവൻ എന്തോരം സഹായിച്ചിട്ടുണ്ട് ക്ലീറ്റോനെ. അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ എനിക്ക് പകുതിയും വേണ്ട ഫുള്ളും വേണ്ട, ഞാൻ അതങ്ങ് എഴുതി തള്ളി, വേണ്ടാന്ന് വെച്ച് ആ നാശം പോയില്ല ഇവിടുന്ന്. ഏട്ടൻ ഇതിനാണ് അവരെ വിളിച്ചു വരുത്തിയത്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? പിന്നെ മനസ്സിലാക്കി, രാവിലെ തന്നെ മനുഷ്യന് സമാധാനം തരികയില്ല.